കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ താലൂക്ക് സെമിനാർ കായംകുളത്ത് നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം ചെയ്തു. കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ താലൂക്ക് സെമിനാർ കായംകുളം KPSC ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ അറിവിന്റെ സ്വാംശീകരണവും അറിവ് കൂട്ടിവെക്കലുമെല്ലാം അറിവ് ഉണ്ടാകാൻ തുടങ്ങിയ കാലം മുതൽ, കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ അറിവ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ കാലം മുതൽ നമ്മൾ ചെയ്യുന്നൊരു സവിശേഷമായ കാര്യമാണ്. ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് മനുഷ്യ സമൂഹത്തിനാകെ വിതരണം ചെയ്യപ്പെടണം, അത് അടുത്ത തലമുറയിലേക്ക് എത്തണം എന്നുള്ള ഒരു ഉയർന്ന ബോധമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ ഉൽപ്പാദിപ്പിക്കുന്ന അറിവുണ്ടെങ്കിലേ അത് നിലനിർത്തിയാലേ തുടർന്നുള്ള കാര്യങ്ങൾ സാധ്യമാകുമെന്നൊരു തോന്നൽ അന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി അത് രേഖപ്പെടുത്തി വെക്കാനുമുള്ള പരിശ്രമം നടത്തിയിരുന്നു. അത് ചിത്രങ്ങളായിട്ടോ അടയാളങ്ങളായിട്ടോ അക്ഷരങ്ങളായിട്ടോ ലിപികളായിട്ടോ ഒക്കെ അത് സംഭവിച്ചിരുന്നു. അത് നമുക്കറിയാവുന്ന ഒരു കാലത്ത് ഇലച്ചാർത്തുകളിലായിരിക്കാം, അല്ലെങ്കിൽ കളിമൺ പലകകളിലായിരിക്കാം, അല്ലെങ്കിൽ കൃഷ്ണശിലകളിലായിരിക്കാം, അല്ലെങ്കിൽ തലമുറകളായിട്ട് കാതോട് കാത് പറഞ്ഞ് പടർത്തിക്കൊണ്ടിരുന്നതായിരിക്കാം. അങ്ങനെ പല രൂപത്തിൽ അത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച കാര്യമാണ്. ദേവകി നിലയംകോടിനെ വായിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം, ദേവകി നിലയംകോട് അതിന് സാധ്യതയാക്കി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മാസത്തിൽ 4 ദിവസം അവരെ പുറത്താക്കും, അവർക്ക് വായിക്കാൻ അധികാരമില്ല. അപ്പം അവരുടെ ആംഗ്ലമാർ എടുത്തുകൊണ്ട് വരുന്ന പുസ്തകം അവരത് രഹസ്യമായി ഈ 4 ദിവസം കൊണ്ടാണ് വായിച്ചു തീർക്കുന്നത്. അങ്ങനെയാണ് ദേവകി നിലയംകോട് പറഞ്ഞത്, ഞാൻ പാവങ്ങൾ വായിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൂജാമുറിക്കകത്ത് എല്ലാ ദിവസവും ഞാൻ കൃഷ്ണനും ശിവനും ഒക്കെ വിളക്ക് കൊളുത്തി വെക്കാറുണ്ട്. അവിടെ ഒരു ചിത്രം, പ്രതിഷ്ഠിക്കാത്ത മറ്റൊരു ചിത്രം ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. അത് പാവങ്ങളിലെ ബിഷപ്പിന്റെ ചിത്രമാണ്, പുരോഹിതന്റെ ചിത്രമാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ അധ്യക്ഷനായി. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CNN നമ്പി സ്വാഗതം പറഞ്ഞു. വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ആദരിക്കലും ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K. രഘുപ്രസാദ് നിർവഹിച്ചു. T. തിലകരാജ്, അഡ്വക്കേറ്റ് TS താഹ, S. ആസാദ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. P. ഗോപാലകൃഷ്ണപിള്ള നന്ദി പറഞ്ഞു. K. അനിൽകുമാർ, N. രാമചന്ദ്രൻ നായർ, K. വിജയകുമാർ, R. വിജയകുമാർ, S. സഞ്ജയ്നാഥ്, M. പ്രതാപൻ, R. ഷൈനി, R. ശങ്കരപിള്ള, P. ഗോപാലൻ, K. സുകുമാരൻ, P. ശശികല, G. ഷിമുരാജ്, K. ഹരീന്ദ്രനാഥ്, തോമസ് വർഗീസ്, A. സന്തോഷ്, S. സദാശിവൻ നായർ, R. രാജ്മോഹൻ, P. S. ബിബിൾ റോയ് തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.